എത്രയും ബഹുമാനപ്പെട്ട കേരളത്തിലെ RSSന്റെ BJPയുടെ സംഘപരിവാരത്തിന്റെ പ്രമുഖ നേതാക്കൾ സമക്ഷവും വിശിഷ്യ ശ്രീമതി ശശികല ടീച്ചർ, RV ബാബു തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സമക്ഷവും ഒരു തുറന്ന കത്ത്. അതിദാരുണമായ ആ സംഭവത്തിനാസ്പദമായ വിവരണങ്ങൾ ഇങ്ങനെയാണ്. തിരുവനന്തപുരത്തുള്ള ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന പെയിന്റ് പണിക്കാരനായ ഒരു സാധു അച്ഛൻ്റെയും തൊഴിലുറപ്പിന് പോയി ജീവിതമാർഗം മുന്നോട്ട് നയിക്കുന്ന ഒരു അമ്മയുടെയും ഒരു മകൻ നിതിൻ. പഠിക്കാൻ മിടുക്കനായ നിതിൻ എന്ന് പറയുന്ന ആ കുഞ്ഞനിയൻ, തൻ്റെ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ കണ്ടു വളർന്ന ആ വിദ്യാർത്ഥി പഠിച്ച് മിടുക്കനായി ഒരു നല്ല ജോലി നേടി അച്ഛനെയും അമ്മയെയും ഒപ്പം കുടുംബത്തെയും പോറ്റണം എന്ന അതിയായ ആഗ്രഹവുമായി കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിലുള്ള ഒരു ഡെന്റൽ ഹോസ്പിറ്റലിൽ, ഒരു ഡെന്റൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തു. നിതിൻ എന്നാണ് പേര്. മനസ്സിലായോ? ആ വിദ്യാർത്ഥി ഒരു വർഷം അവിടെ പഠിച്ചു. രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയുള്ള രണ്ട് അധ്യാപകന്മാർ, അവരെ അധ്യാപകരെന്ന് വിളിക്കാൻ പാടില്ല, ആ രണ്ട് മനുഷ്യ മൃഗങ്ങളായ രണ്ടു പേർ, അവർ ഈ നിതിൻ എന്ന് പറയുന്ന ഈ കുഞ്ഞനിയനെ നിരന്തരം മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കുകയും ആക്ഷേപങ്ങളും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു പോലും ആ വിദ്യാർത്ഥിയുടെ മനസ്സിൽ തീ കോരിയിട്ട് അത് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ആ കുട്ടി, നിതിൻ എന്ന് പറയുന്ന ആ ഒരു കുടുംബത്തിന് അത്താണിയാവേണ്ട, ആശ്രയമാകേണ്ട, ആശ്വാസമേകേണ്ട ആ മകൻ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞു. പറയുമ്പോൾ തീർന്നു. ഒരു കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞാൽ തീർന്നു. ചിലർക്കൊക്കെ അത്രേ ഉള്ളൂ. പക്ഷേ ആറ്റുനോറ്റു വളർത്തിയ, കുടുംബത്തിന് പ്രതീക്ഷയായ, വയസ്സാങ്കാലത്ത് ആ അച്ഛനും അമ്മയും സംരക്ഷിക്കേണ്ട, ഒരു നല്ല ഡോക്ടർ ആവേണ്ട, പഠിക്കാൻ മിടുക്കനായ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിന്റെ കാരണം അല്ല, കൊന്നതിന്റെ കാരണം ജാതിയാണ്. ആ ഒരു ജാതിയുടെ ആക്ഷേപങ്ങൾക്ക് നടുവിൽ ആ വിദ്യാർത്ഥിയുടെ വാട്സപ്പിൽ വന്ന സന്ദേശങ്ങളും ചാറ്റൊക്കെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. കോളേജിൽ ആക്രമിക്കാൻ ശ്രമിച്ചു, പീഡിപ്പിക്കാൻ ശ്രമിച്ചു, വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അമ്മയെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ചാറ്റുകൾ ആ നിതിന്റെ കൂട്ടുകാർക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ തെളിവ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞനിയനെ, ആ വിദ്യാർത്ഥിയെ ആ രണ്ട് ജാതിയിൽ മേൽത്തട്ട് നിൽക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന രണ്ട് മനുഷ്യ മൃഗങ്ങളായ അവർ കൊന്നു. ഇത് നിങ്ങൾ അറിഞ്ഞു കാണില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം നിങ്ങൾ സുവർണാവസരം തേടി നടക്കുന്ന ആളുകളാണല്ലോ. നിങ്ങളുടെ BJP നേതാവിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ സുവർണാവസരങ്ങൾ. നിങ്ങൾക്ക് സുവർണാവസരമായി വരുന്നത് മുസ്ലിങ്ങൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ മാത്രമാണോ? ഹിന്ദു സഹോദരങ്ങൾക്ക് മുറിവേൽക്കുമ്പോഴോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ് ഉണരൂ ഹിന്ദു, ഉണരൂ ഹിന്ദു എന്ന് പറയുന്നത്. ഇങ്ങനെയാണോ ഹിന്ദുവിനെ ഉണർത്തുന്നത്? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദുവായ ഒരു വിദ്യാർത്ഥി, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരൻ, അവന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ശബ്ദിച്ച് തുടങ്ങിയിട്ട് 2 ദിവസങ്ങളായി. ഈ 2 ദിവസങ്ങളിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, BJP RSSന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധം പോലും, ഒരു കൊടി പോലും, ഒരു കൈ പോലും ഉയർന്നു കണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ നാഴികയ്ക്ക് 40 തൊട്ടും പറയാറുണ്ട് ഹിന്ദു ഉണരണം, ഇവിടെ മതം വളർത്തണം, ഹിന്ദുക്കളെ മുസ്ലിങ്ങളും മറ്റു മതക്കാരും അടിച്ചമർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെ എരികേറ്റാറുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് ഒരു ഹൈന്ദവ സഹോദരൻ മരണപ്പെട്ടപ്പോൾ ഒരു പ്രതിഷേധവുമായി, അല്ലെങ്കിൽ ഒരു എഴുത്തുകൊണ്ട് പോലും പ്രതിഷേധിക്കാൻ നിങ്ങൾ തയ്യാറാവാത്തത്? ആ തയ്യാറാവാത്തതിന്റെ കാരണം ജാതിക്ക് മേൽ എന്ന് അവർ അവകാശപ്പെടുന്ന കൊലയ്ക്ക് കാരണക്കാരായ 2 പേർ ഹിന്ദുമതത്തിന്റെ ജാതിയിൽ കൂടിയ ആളുകളായതുകൊണ്ടാണോ? നിങ്ങൾ ആരെയാണ് ഉണർത്താൻ ശ്രമിക്കുന്നത്? മനസ്സിലാവുന്നില്ല. നിങ്ങൾ ശബ്ദിക്കേണ്ടത് നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ ഹൈന്ദവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങൾ പറയുന്നത്, നമ്മൾ ശബ്ദിക്കേണ്ടത് മനുഷ്യർക്ക് വേണ്ടിയാണ്, ഓരോ ജീവനും വേണ്ടിയാണ് ഞങ്ങൾ പറയും. ഹിന്ദുക്കൾക്ക് വേണ്ടി ഉണരണം, ഉയർത്തെഴുന്നേൽക്കണം, പടപൊരുതണം എന്നൊക്കെ പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് പാവപ്പെട്ടവനായ ഒരു അച്ഛന്റെയും ഒരു അമ്മയുടെയും മകനായി ജനിച്ച നിതിൻ എന്ന് പറയുന്ന ആ മിടുക്കനായ വിദ്യാർത്ഥിയെ
വാക്കുകൾ കൊണ്ട് കൊന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? തീർച്ചയായും എലക്ഷൻ കഴിഞ്ഞതുകൊണ്ടാണോ? എലക്ഷൻ ഇപ്പൊ മാത്രമല്ലല്ലോ ഇനിയുള്ളത് എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. എലക്ഷൻ കഴിഞ്ഞു, ശരിയാണ്. ഇനി ഹിന്ദുക്കളെ സേവിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ മനുഷ്യരെ സേവിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ എലക്ഷൻ ഇനിയും വരും. അപ്പോഴൊന്നും ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ ആരും മനുഷ്യരായവർ മറക്കില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ കുടുംബത്തോട് ഒരു ചെറിയ കമ്മിറ്റ്മെന്റ്, നിങ്ങൾ പറയുന്ന വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ നിതിൻ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിക്ക് വേണ്ടി, ആ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി നിങ്ങൾ സംസാരിക്കൂ. ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കൂ. കൊലയാളികൾ, അപരാധികൾ ഏത് ഉന്നതരാണെങ്കിൽ പോലും നിങ്ങൾ സംസാരിക്കൂ. തീർച്ചയായും അത് ഹിന്ദുവല്ല, മുസ്ലിമല്ല, ക്രൈസ്തവനല്ല, മതമുള്ളവനല്ല, ഇല്ലാത്തവനല്ല, ആർക്കാണെങ്കിൽ പോലും, ആർക്കൊരാപത്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉണർന്നു തന്നെ ഇരിക്കും. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്നുകൂടി പറയുന്നു, ആ കുടുംബത്തിനോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ.